സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെൻഷൻ തുക ഉയർത്തുന്നതിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ്. 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷനായി നൽകുന്നതിന് 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ ചിലവാക്കുന്നത്. 33,110 കോടി രൂപയാണ് ഈ സർക്കാർ ഇതുവരെ പെൻഷൻ നൽകുന്നതിന് ചിലവാക്കിയത്. കേന്ദ്രവകയായി 2% തുക മാത്രമാണ് ലഭിക്കുന്നത്. ഇനി 3 ഗഡു കുടിശ്ശികകളാണ് കൊടുത്തു തീർക്കാനുള്ളത്. അത് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ മികച്ച പുരോഗതിയുണ്ടെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരണ വേളയിലാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്. ധനച്ചുരുക്കത്തിന്റെ തീക്ഷ്ണത ഗണ്യമായി കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ധനഞെരുക്കം ജനങ്ങൾക്ക് മുന്നിൽ മറച്ചുവെക്കാതെ ജനങ്ങളോട് തുറന്നു പറഞ്ഞു പരിഹാരം തേടാനാണ് സർക്കാർ ശ്രമിച്ചത്. കേന്ദ്രം കേരളത്തോട് കാണിച്ച അവഗണനയാണ് കേരളത്തിന്റെ ധനഞെരുക്കത്തിന് കാരണമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ മികച്ച പുരോഗതിയുണ്ട്. പദ്ധതികൾ ചുരുക്കേണ്ട സാഹചര്യം മാറുന്നു. കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ വർഷം നൽകും. DA കുടിശ്ശികയുടെ ലോക്കിംഗ് പീരീഡ് ഒഴിവാക്കും. സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശിക ഈ മാസം തീർക്കും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.